അഴിയൂർ പഞ്ചായത്ത് മർച്ചന്റ് അസോസിയേഷൻ ആശ്വാസ് പദ്ധതിയുടെ സഹായ ധനവിതരണം തിങ്കളാഴ്ച അഴിയൂർ ചുങ്കത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആശ്വാസ് പദ്ധതിയുടെ സഹായ ധനവിതരണമാണ് തിങ്കളാഴ്ച അഴിയൂർ ചുങ്കത്ത് നടക്കുന്നത്. അഴിയൂർ പഞ്ചായത്ത് മർച്ചന്റ്സ് അസോസിയേഷന് കീഴിലുള്ള യൂണിറ്റുകളിലെ മരണപ്പെട്ട 2 വ്യാപാരികളുടെ കുടുംബത്തിനാണ് 10 ലക്ഷം രൂപ വീതം സഹായം നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ വിതരണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നിഷ പുത്തൻപുരയിൽ മുഖ്യ അതിഥിയാകും. വൈകിട്ട് 4 മണിക്ക് ചുങ്കത്താണ് പരിപാടി. ആശ്വാസ് പദ്ധതിയിൽ അംഗങ്ങളായ വ്യാപാരികൾ മരിച്ചാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണിത്. ജില്ലയിൽ ഇതുവരെ 73 വ്യാപാരികളുടെ കുടുംബത്തിന് സഹായം കൈമാറിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ, സെക്രട്ടറി സാലിം പുനത്തിൽ, വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ദാമോദരൻ, ബാബു ഹരിപ്രസാദ്, രാജേന്ദ്രൻ, അനുപമ എന്നിവർ പങ്കെടുത്തു. മരണാനന്തര ധനസഹായം കൊടുക്കുന്നത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷക്കാലം. ഈ 1 വർഷം കൊണ്ട് തന്നെ 7,30,00,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിവിടെ നമ്മൾ അഴിയൂർ പഞ്ചായത്തിൽ 2 കുടുംബങ്ങൾക്ക് ആശ്വാസധനമായി 10 ലക്ഷം വീതം 20 ലക്ഷം മറ്റന്നാൾ തിങ്കളാഴ്ച 27-ാം തീയതി നൽകുകയാണ്. ഈ പരിപാടി ഇതിൻ്റെ പേര് തന്നെ കുടുംബത്തിനുള്ളതായ ധനസഹായം എന്നുള്ളതാണ്. സാധാരണ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു വ്യാപാരി മരിച്ചു കഴിഞ്ഞാൽ കുറച്ചാളുകൾ വന്നു കൂടും, ഒരു അനുശോചനം കൂടും, എന്നിട്ട് പിരിഞ്ഞു പോവുകയാണ്. ഇപ്പോഴതല്ല. ആ കുടുംബത്തിന് ചുമലിലേറ്റുന്നത്, നിങ്ങൾ ആ കുടുംബത്തിൻ്റെ രക്ഷ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കുടുംബത്തിന് 10 ലക്ഷം വീതം നൽകുന്നതായ പരിപാടിയാണ് ആശ്വാസ് പദ്ധതി എന്നുള്ള നിലയിൽ ഈ വ്യാപാരികൾക്കുള്ള കുടുംബ ധനസഹായ പദ്ധതി ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷം പിന്നിടുകയാണ്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏകദേശം 1 വർഷത്തിനുള്ളിൽ 73 ആളുകൾക്കാണ്, ഇനി മറ്റന്നാൾ വിതരണം ചെയ്യുന്ന 2 ആളടക്കം 73 ആളുകൾക്കാണ് 10 ലക്ഷം രൂപ വീതം ധനസഹായം വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ പോലെയോ മറ്റോ അല്ല, യാതൊരുവിധ സാങ്കേതിക കുരുക്കുകളോ അതല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മൾ തന്നെ നടത്തുന്ന വളരെ ലളിതമായ നടപടികൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ കുടുംബാംഗങ്ങളുടെ അവകാശികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ചരിത്ര ഒരു പദ്ധതിയായി ഇത് മാറിയിരിക്കുകയാണ്.